വയനാട്ടിലെ ഗോത്ര വിദ്യാർത്ഥികളുടെ +1 പ്രവേശനം സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധം. മന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് ആദിവാസി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത് വന്നു. മന്ത്രി ഗോത്ര വിഭാഗങ്ങളെയും വയനാടിനെയും അപമാനിച്ചതായി ബത്തേരി MLA IC ബാലകൃഷ്ണനും ആരോപിച്ചു. 10ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിനിടെ ഗോത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച മന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത്. വയനാട് ട്രൈബൽ ഏരിയ സയൻസ് ബാച്ചിൽ കുട്ടികൾ സയൻസ് ബാച്ച് വേണ്ട, കുട്ടികൾക്ക് അവിടെ ആർട്സ് ബാച്ചാണ് ആവശ്യം. അത് നമുക്ക് പരിഗണിക്കാമല്ലോ, അത് പരിശോധിക്കാമല്ലോ. അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. +1 പ്രവേശനങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുന്ന വി കാർത്തികേയൻ നായർ കമ്മിറ്റിയെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. പരാമർശത്തിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന എന്തായാലും ഖേദകരമാണ്. മന്ത്രി ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു അപകടം. യഥാർത്ഥത്തില് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കും പൊതുവിഭാഗങ്ങൾക്കും മതിയായ സീറ്റില്ല എന്നുള്ളത് എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതിന് പരിഹാരം കാണണം അടിയന്തരമായി. പ്രസ്താവന മന്ത്രി തിരുത്തണമെന്ന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ഒരു പിന്നോക്ക ജില്ലയായിട്ട് എന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണുന്നത് ശരിയല്ല. അദ്ദേഹം അങ്ങനെ പറയേണ്ട ഒരാളല്ല. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഇനി സ്വയം പറഞ്ഞതാണോ ആരെങ്കിലും പറയിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കപ്പെടും. കാരണം അദ്ദേഹം തിരുത്തണം. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഗോത്ര സമൂഹങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അർഹമായ വിദ്യാഭ്യാസ സംവരണ അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാട് ആദിവാസി വിരുദ്ധമായ കാഴ്ചപ്പാടാണെന്നും വിദ്യാഭ്യാസ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18